+1 എക്കണോമിക്സ് 9ാമത്തെ ചാപ്റ്റർ പരിസ്ഥിതി സുസ്ഥിര വികസനം. എന്താണ് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ജൈവ അജൈവ ഘടകങ്ങൾ ഉൾപ്പെടെ ഭൗമഗ്രഹത്തിലുള്ള എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുന്നതാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. സാധാരണ പരിസ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മൾ പലതിലേക്കും ചുരുങ്ങി പോകാറുണ്ട്. എന്നാൽ പരിസ്ഥിതി എന്ന് പറയുന്നത് ജൈവ അജൈവ ഘടകങ്ങൾ ഉൾപ്പെടെ ഭൗമഗ്രഹത്തിലുള്ള എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുന്നതിനെയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. എന്താണ് പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ? പറയുന്നത് ജീവൻ നിലനിർത്തുവാൻ സഹായിക്കുന്നു അല്ലേ. പരിസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ ജീവജാലങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ധർമ്മം അതാണ്. മറ്റൊന്ന് വിഭവങ്ങൾ നൽകുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങളൊക്കെ പ്രകൃതി നൽകുന്നുണ്ട്. അതുപോലെ സുന്ദരമായ പ്രകൃതി ഭംഗി പ്രദാനം ചെയ്യുന്നു. ഇതൊക്കെയാണ് പരിസ്ഥിതിയുടെ ധർമ്മങ്ങളായിട്ട് പറയാം. ഇനി മറ്റൊന്നാണ് പരിസ്ഥിതി പ്രതിസന്ധി. എന്തൊക്കെയാണ് പരിസ്ഥിതി നേരിട്ടുകൊണ്ടിരിക്കുന്ന അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ? ഒന്ന്, ജലമലിനീകരണം. ജലമലിനീകരണം ഒരു പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രതിസന്ധിയാണ്. എന്താണ് ജലമലിനീകരണത്തിനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത്? വ്യവസായവൽക്കരണം, അജൈവ മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് പുറന്തള്ളൽ മുതലായവ നിരവധി കാരണങ്ങൾ കൊണ്ടാണ് ജലമലിനീകരണം സംഭവിക്കുന്നത്. ഇങ്ങനെ ജലമലിനീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത്? കുടിവെള്ളക്ഷാമം, പകർച്ചവ്യാധികൾ, ആരോഗ്യ പ്രശ്നങ്ങൾ മുതലായ നിരവധി ദോഷഫലങ്ങളാണ് ഈ ജലമലിനീകരണം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. ഇനി മറ്റൊരു പ്രതിസന്ധിയാണ് വായുമലിനീകരണം. ജലമലിനീകരണം പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രതിസന്ധിയാണ് വായുമലിനീകരണം എന്ന് പറയുന്നത്. അതുണ്ടാകാനുള്ള കാരണം വ്യവസായവൽക്കരണം, മോട്ടോർ വാഹനങ്ങളുടെ അമിതമായ ഉപയോഗം, വനനശീകരണം തുടങ്ങിയവ കാരണങ്ങൾ കൊണ്ടാണ് വായുമലിനീകരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, ആഗോളതാപനം തുടങ്ങിയിട്ടുള്ള നിരവധി ദോഷഫലങ്ങളാണ് ഈ വായുമലിനീകരണം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. മൂന്നാമത്തെ പ്രതിസന്ധിയാണ് ആഗോളതാപനം. എന്താണ് ആഗോളതാപനം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ ഊഷ്മാവ് ക്രമേണ വർദ്ധിച്ചു വരിക. ഇതിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. ഇതിനുള്ള കാരണങ്ങൾ മോട്ടോർ വാഹനങ്ങളുടെ അമിതമായ ഉപയോഗം, വനനശീകരണം, വ്യവസായവൽക്കരണം, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും കാർബൺ മോണോ ഓക്സൈഡിൻ്റെയും ഒക്കെ പുറന്തള്ളൽ, ഇതൊക്കെയാണ് ആഗോളതാപനത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത്. ആഗോളതാപനം കൊണ്ട് കാട്ടുതീ, വരൾച്ച, കടലിൻ്റെ അസിഡിറ്റി വർദ്ധിക്കൽ, അതുപോലെ മൃഗങ്ങളുടെ കുടിയേറ്റം, വെള്ളപ്പൊക്കം തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഈ ആഗോളതാപനം കൊണ്ട് ഉണ്ടാവാറുണ്ട്. മറ്റൊരു പ്രതിസന്ധിയാണ് ഓസോൺ പാളിയുടെ തകർച്ച. CFC, HFC എന്നിവ പുറന്തള്ളുക. CFC ക്ലോറോ ഫ്ലോറോ കാർബൺ, അതുപോലെ ഹൈഡ്രോ ഫ്ലോറോ കാർബൺ ഇവയൊക്കെ പുറന്തള്ളുക, വ്യവസായവൽക്കരണം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഓസോൺ പാളിയുടെ തകർച്ച സംഭവിക്കുന്നത്. ഇതുകൊണ്ട് മനുഷ്യന് ഭീഷണി, ത്വക്ക് രോഗങ്ങൾ, ജൈവവൈവിധ്യങ്ങളുടെ നഷ്ടം തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഓസോൺ പാളിയുടെ തകർച്ച കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഇനി മറ്റൊരു പ്രതിസന്ധിയാണ് മണ്ണിൻ്റെ അപചയം എന്ന് പറയുന്നത്. വനനശീകരണം, രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം, വനമേഖല കയ്യേറൽ, പ്രകൃതി ദുരന്തം, മണ്ണൊലിപ്പ്, തെറ്റായ വിളസമ്പ്രദായം ഇതെല്ലാം മണ്ണിൻ്റെ നശീകരണത്തിന് അല്ലെങ്കിൽ അപചയത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പരിസ്ഥിതി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് സുസ്ഥിര വികസനം. എന്താണ് സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ ഭാവി തലമുറയുടെ ആവശ്യങ്ങൾക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ വർത്തമാനകാല തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുക. ഇതിനെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. സുസ്ഥിര വികസനം കൈവരിക്കാൻ എന്തൊക്കെ ചെയ്യണം? സുസ്ഥിര വികസന തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് പരമ്പരാഗതമല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിക്കുക. എന്താണ് പരമ്പരാഗതമല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ ആധുനിക കാലത്ത് ഉപയോഗിച്ചു വരുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് പരമ്പരാഗതമല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൗരോർജ്ജം, തിരമാലയിൽ നിന്നുണ്ടാക്കുന്ന ഊർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, ഇതൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. ഇവ പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു ഊർജ്ജ സ്രോതസ്സാണ്. അതുകൊണ്ട് മാത്രമല്ല ഇവയുടെ ഉപയോഗം കൊണ്ട് പരിസ്ഥിതിക്ക് അധികം ദോഷം ചെയ്യാറുമില്ല. അതുകൊണ്ട് പരമ്പരാഗതമല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകൾ പരമാവധി ഉപയോഗിക്കുക. ഇതാണ് സുസ്ഥിര വികസനത്തിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്.
രണ്ടാമത്തെന്ന് പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ LPG, ഗോബർ ഗ്യാസ് എന്നിവ പ്രോത്സാഹിപ്പിക്കുക. ഇവ രണ്ടും എന്ന് പറയുന്നത് പരിസ്ഥിതി സൗഹാർദ്ദമാണ്. ഇന്ധനത്തിനായി ഗ്രാമപ്രദേശത്ത് വിറകുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് വനനശീകരണത്തിന് കാരണമാകുകയും പരിസ്ഥിതി പ്രതിസന്ധി ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഇത് പരിഹരിക്കാനായി ഗ്രാമപ്രദേശങ്ങളിൽ ഗ്യാസ് LPG, ഗോബർ ഗ്യാസ് എന്നിവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. മറ്റൊന്നാണ് നഗരങ്ങളിൽ CNG പ്രോത്സാഹിപ്പിക്കുക. വായുമലിനീകരണം നഗരങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നമാണ് അല്ലേ. ഇത് പരിഹരിക്കുന്നതിനായി ഡൽഹി പോലെയുള്ള നഗരങ്ങളിൽ നിന്ന് CNG പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, കംപ്രസ്ഡ് നേച്ചുറൽ ഗ്യാസ്. ഇത് പ്രോത്സാഹിപ്പിക്കുക. ഇനി നാലാമത്താണ് കാറ്റിൽ നിന്നുള്ള ഊർജ്ജത്തെ ഉപയോഗിക്കുക. പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കാത്ത ഏറ്റവും ചെലവ് കുറഞ്ഞൊരു ഊർജ്ജ രൂപമാണ് കാറ്റിൽ നിന്നുള്ള ഊർജ്ജം എന്ന് പറയുന്നത്. ഇത് പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയും. അതിനാൽ പരമാവധി ഈ ഒരു ഊർജ്ജ സ്രോതസ്സിനെ ഉപയോഗിക്കുക. മറ്റൊന്നാണ് സൗരോർജ്ജത്തെ പ്രോത്സാഹിപ്പിക്കുക. സൂര്യൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സാണ് അല്ലേ. അതുകൊണ്ട് ഈ ഊർജ്ജ രൂപത്തെ പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുകയും ചെയ്യും. അതിനാൽ വികസനം സുസ്ഥിരമാക്കുന്നതിനായി സൗരോർജ്ജത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുക, ആശ്രയിക്കുക. മറ്റൊന്നാണ് പരമ്പരാഗതമായ അറിവുകളും ജീവിത രീതികളും പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ പരമ്പരാഗതമായ പല അറിവുകളും ജീവിത രീതികളും പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്തവയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവി തലമുറകളിലേക്ക് ആ അറിവുകൾ പകർന്നു നൽകുകയും അവരെ കൊണ്ട് അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ സുസ്ഥിര വികസനം കൈവരിക്കാമെന്നാണ്. മറ്റൊന്ന് ചെറുകിട വൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കുക. പലപ്പോഴും വൻകിട ജലവൈദ്യുത പദ്ധതികൾ വനനശീകരണം പോലെയുള്ള പരിസ്ഥിതി പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ ജലവൈദ്യുത പദ്ധതികളായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. അടുത്തത് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം മണ്ണിൻ്റെ നശീകരണത്തിനും മനുഷ്യൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അതിനാൽ രാസവളങ്ങൾക്കും കീടനാശിനികൾക്കും പകരമായി ജൈവവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ജൈവവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുള്ള പരിസ്ഥിതി സൗഹാർദ്ദ കൃഷിയാണ് ജൈവ കൃഷി എന്ന് പറയുന്നത്. ഇത്തരം കൃഷികൾക്ക് അല്ലെങ്കിൽ ഈ ജൈവ കൃഷികൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഗുണങ്ങൾ നോക്കാം. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു, ഒരു ഗുണമാണ്. മറ്റൊന്ന് ആവാസ വ്യവസ്ഥയിൽ സന്തുലനാവസ്ഥ സൃഷ്ടിക്കുന്നു, പോഷകാഹാരങ്ങൾ നൽകുന്നു, കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നു, മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു, കുറഞ്ഞ ഉൽപ്പാദന ചെലവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്, പഠിക്കാനുള്ളത്.